അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രാത്രി 11:45ഓടെയാണ് മരണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. മലപ്പുറം മുന്നൂരിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. തത്സമയം സമീർ, അതീവ ദുഃഖകരമായ വാർത്തയാണ് രാവിലെ തന്നെ നമുക്ക് പറയാനുള്ളത്. വിവരങ്ങൾ. ക്രിസ്റ്റീന, ജീവിതത്തിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരും എന്ന് കരുതിയ 5 വയസ്സുകാരുടെ മരണം ഇന്നലെ രാത്രിയോടുകൂടി സംഭവിച്ചിരിക്കുകയാണ്. മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി ഹസൻ കോഴയുടെ മകൾ ഫതുവ എന്ന് പറയുന്ന 5 വയസ്സുകാരിയാണ് മരിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം നിലവിൽ മുന്നിയൂരിലുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരും ഒപ്പം തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ എത്തി അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ആളുകളാണ് ഇവിടെ തടിച്ചുകൂട്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടെ കളിയാട്ടമുക്ക് ജുമാ മസ്ജിദിൽ വെച്ചാണ് ഖബറടക്കം നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ ദുഃഖകരവും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. കാരണം ഈ കടലുണ്ടിപ്പുഴയുടെ ഈ പാറക്കട് എന്ന് പറയുന്ന തീരത്ത് കുളിച്ച കുട്ടിക്കാണ് ഇത്തരത്തിൽ ഈ ഒരു രോഗം പകർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പുഴയിൽ നിന്നും ഈ വൈറസ് ബാധ ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ഈ കുട്ടിയും ഒപ്പം തന്നെ മറ്റുള്ള 3 കുട്ടികളും മറ്റു ബന്ധുക്കളും ചേർന്ന് ഈ പുഴയിൽ കുളിച്ചത്. പിന്നീട് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ചേളാരിയിലും ഒപ്പം തന്നെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് കുട്ടിക്ക് ബാധിച്ചതെന്നുള്ളത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റു 3 കുട്ടികൾ നിരീക്ഷണത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടമുണ്ടായി. പിന്നീട് ഈ കുട്ടികളോടൊക്കെ തന്നെ പരിശോധന ഫലം നെഗറ്റീവായതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഈ അപൂർവ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 99% മരണം ഉറപ്പാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മരുന്നില്ല എന്നുള്ളതുമാണ് ഏറെ വെല്ലുവിളിയായി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6 അംഗ മെഡിക്കൽ ബോർഡാണ് ഈ കുട്ടിയെ പരിചരിച്ചിരുന്നത്. 5 ഇനം മരുന്നുകളുടെ മിശ്രിതമാണ് കുട്ടിക്ക് നൽകിയിരുന്നത്. പക്ഷേ കുട്ടി ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കയായി മാറുന്ന ഒരു ഘട്ടമുണ്ടായത്. രോഗത്തിന് ഗുണപ്രദമാകുമെന്ന് കരുതുന്ന മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഈ വെല്ലുവിളി ഉയർത്തി എന്നുള്ളതാണ്. ഏതായാലും ഈ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയെങ്കിലും അവസാനം മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കടലുണ്ടിപ്പുഴയുടെ തീരങ്ങളിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കളിയാട്ടുമുക്ക് മേഖലയിൽ ഏതാണ്ട് 5ഓളം കടവുകളിൽ ഇപ്പോഴും ആളുകൾക്ക് ഈ പുഴയിൽ ഇറങ്ങുന്നതിന് വിലക്കുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണം ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണം എല്ലാം തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഈ കുട്ടിയുടെ വീട്ടിൽ ധാരാളം ആളുകൾ ഒക്കെ തന്നെ എത്തി അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയായിരിക്കും ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഈ കളിയാട്ടുമുക്ക് ജുമാ മസ്ജിദിൽ നടക്കുക. ക്രിസ്റ്റീന. ശരി, മലപ്പുറം മുന്നൂരിൽ നിന്ന് സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.